അത് മക്കളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 17 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമല്ലോ ഓപ്ഷണൽ ആയിട്ട്. ഇപ്പൊ പാർട്ട് 10ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള പ്ലേലിസ്റ്റിലെ വീഡിയോസ് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ സബ്സ്ക്രൈബ് ചെയ്താലാണ് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ സം ഓഫ് എക്സ്പോണന്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ഇൻ ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 196 നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ അതിന്റെ എക്സ്പോണന്റുകളുടെ സം എത്രയാണെന്നാണ് ചോദ്യം. മനസ്സിലായോ? അപ്പൊ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 196 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെയാണ് കിട്ടുക, 2 സ്ക്വയർ ഇൻറ്റു 7 സ്ക്വയർ ആയിട്ട്. അതായത് 196 നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 19 2 എത്ര പ്രാവശ്യം പോവും? 9 2 18, ശിഷ്ടം 1 16 8 തവണ. വീണ്ടും നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 2 എത്ര പ്രാവശ്യം പോവും? 9 2 4 പ്രാവശ്യം പോവും. റിമൈൻഡർ 1, അപ്പൊ 18 18 2 എത്ര പ്രാവശ്യം പോവും? 9 പ്രാവശ്യം. 49 നമുക്ക് 7 വെച്ച് പോവുള്ളൂ, 7. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്നത് 2 സ്ക്വയർ ഇൻറ്റു 7 സ്ക്വയർ, 2 പ്രാവശ്യം, 7 എന്താണ്? 2 തവണ. ഓക്കെ, ഇവിടുത്തെ ചോദ്യം സം ഓഫ് എക്സ്പോണൻസ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ആണ്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ നമ്മൾ എഴുതിയ ഉത്തരത്തിലെ 2 സ്ക്വയർ ഇൻറ്റു 7 സ്ക്വയർ, ഈ സം ഓഫ് എക്സ്പോണന്റുകളുടെ തുകയാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ 2 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൈം നമ്പർ ഈസ് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൈം നമ്പർ. ഒരു പ്രൈം നമ്പറിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ 5 എടുക്കാം. 5 ഒരു പ്രൈം നമ്പർ ആണ്. അതിന്റെ എത്ര ഫാക്ടേഴ്സ് വരും? 5 വരും, 1 വരും. അപ്പൊ ടോട്ടൽ എത്ര ഫാക്ടേഴ്സ് വരും? 2 ഫാക്ടേഴ്സ് ആണ് അതിനകത്ത് വരിക. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. സോ ദർ ആർ ഓൺലി 2 ഫാക്ടേഴ്സ്, 1 ആൻഡ് ദ നമ്പർ ഇറ്റ്സെൽഫ് ഓഫ് എനി പ്രൈം നമ്പർ. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 3ലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 3 ദ HCF ആൻഡ് LCM ഓഫ് 12, 21, 15 റെസ്പെക്ടിവ്ലി ആർ. കുറച്ച് നമുക്ക് ആൻസർ വന്നിട്ടുണ്ട്, അതിനകത്ത് നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. 12ന്റെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 6, 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3. ഓക്കെ, 12 is equal to 2 square into 3. അതുപോലെ 21 is equal to 3 into 7. 15 is equal to 3 into 5. ഓക്കെ, ഇതിനകത്ത് HCF എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോമൺ ആയിട്ടുള്ളത്, മൂന്നിലും കോമൺ ആയിട്ടുള്ളത് 3 ആണ്. മൂന്നിലും കോമൺ ആയിട്ടുള്ളത് 3 എഴുതി. ദെൻ LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും ഇപ്പൊ 2 എഴുതണം, എല്ലാവരും എഴുതണം, പക്ഷെ ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് എഴുതണം. ഇപ്പൊ 2 എഴുതി, അതിന്റെ പവർ 2 സ്ക്വയർ കണ്ടോ, 2 വേറെ കൊല്ലും. ഈ 3ന്റെ പവർ 1 ആണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇവിടെ 2 ഉണ്ടായിരുന്നെങ്കിൽ അത് എഴുതണം കേട്ടോ. അപ്പൊ 3:1 into 5 into എന്താണ് 7. ദിസ് ഇസ് 4 into 3 into 5 into 7. 4 into 3 എന്ന് പറഞ്ഞാൽ 12 into 5 into 7 എന്ന് പറഞ്ഞാൽ 35. സോ 35 into 12 എന്ന് പറയുമ്പോൾ 2 10 0 ശിഷ്ടം 1 3 2 6 7 1 5 5 1 3 3 0 7 5 12 ശിഷ്ടം 1 420. ഇപ്പൊ LCM 420 HCF 3 വരുന്ന കോമ്പിനേഷൻ ഇതിനകത്ത് വരുന്ന ഓപ്ഷൻ സി ആണ്. കണ്ടോ? ക്ലിയർ? യെസ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ? യെസ്. നോക്കാം. ദ LCM ഓഫ് സ്മോളസ്റ്റ് 2 ഡിജിറ്റ് കോമ്പോസിറ്റ് നമ്പർ ആൻഡ് സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ. ഇപ്പൊ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. സ്മോളസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 10 ആണ്, അറിയാലോ. ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ 10 ആണ്. ആൻഡ് സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ, ഏറ്റവും ചെറിയ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്ന് നോക്കണം. അപ്പൊ സ്മോളസ്റ്റ് 2 ഡിജിറ്റ് കോമ്പോസിറ്റ് നമ്പർ ആൻഡ് സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ, അത് രണ്ടിന്റെ LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ ഏതായിരിക്കും? ഇപ്പൊ നമുക്കിപ്പോ 1 അറിയാലോ, അത് 2 അല്ല, പ്രൈം നമ്പർ അല്ല, കോമ്പോസിറ്റ് നമ്പർ അല്ല. 2 എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പർ ആണ്. 3 എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പർ ആണ്. 4 എന്ന് പറഞ്ഞാൽ കോമ്പോസിറ്റ് നമ്പർ ആണ്. ഓക്കെ, അപ്പൊ ഏറ്റവും ചെറിയ കോമ്പോസിറ്റ് നമ്പർ 4 ആണ്. 2 ഡിജിറ്റ് ഉള്ളത് 10 ആണ്. ക്ലിയർ ആണല്ലോ? യെസ്. സോ ദ സ്മോളസ്റ്റ് 2 ഡിജിറ്റ് കോമ്പോസിറ്റ് നമ്പർ ഇസ് 10 ആൻഡ് സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ ഇസ് എന്താണ്? 4. ക്ലിയർ ആണല്ലോ? ഇത് രണ്ടിന്റെ LCM കണ്ടുപിടിക്കണം. അപ്പൊ 4ന്റെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2 സ്ക്വയറും 10ന്റെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2 into 5 ആണ്. ഇതിന്റെ LCM കണ്ടുപിടിക്കുമ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഇത് എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 2 പ്രാവശ്യം into 5. ദാറ്റ് ഈസ് 4 into 5 is equal to 20.
ഓക്കെ, 20 എന്ന് പറയുന്നതിനകത്ത് ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ സി. ക്ലിയർ? യെസ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. Okay. The next question, question number 5. HCF of two number is 27 and their LCM is 162. If one of the number is 54, then the other number. ഇവിടെ HCF വന്നിട്ടുണ്ട് രണ്ട് നമ്പർ 27. HCF is equal to 27 and LCM വന്നിട്ടുണ്ട്. LCM is equal to 162. Okay. One number, ഒരു നമ്പർ 54 ആണ്. Suppose X into Y is equal to LCM into HCF. Okay. സോ എക്സ് എന്ന് പറഞ്ഞ ആളെ നമുക്ക് തന്നിട്ടില്ല, ബട്ട് ഒരാളെ വൈ തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 54. ഓക്കെ, വാട്ട് ഈസ് എക്സ്? എക്സ് ഇസ് ഈക്വൽ ടു LCM ഇൻറ്റു HCF ഡിവൈഡ് ബൈ വൈ. കണ്ടോ? അപ്പൊ രണ്ട് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ LCM ഇൻറ്റു HCF ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. LCM തന്നിട്ടുണ്ട്, HCF തന്നിട്ടുണ്ട്, ഒരു നമ്പർ തന്നിട്ടുണ്ട്. മറ്റേ നമ്പർ നമ്മൾ ഇതിനെ കണ്ടുപിടിക്കാനായിട്ട് കൂടുതലുള്ള നമ്പർ ഇപ്പുറത്തേക്ക് എടുക്കണം. ഓക്കെ, സോ ദിസ് ബിക്കം LCM എത്രയാണ്? 162 ഇൻറ്റു HCF 27 ഡിവൈഡഡ് ബൈ ഒരു നമ്പർ തന്നേക്കണം 54. ക്ലിയർ? ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. സോ 54 ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു LCM ഇൻറ്റു HCF. ഇവിടെ വൈ ആണ് എടുത്തിരിക്കുന്നത്. സോ വൈ ഇസ് ഈക്വൽ ടു എന്താണ്? ഈ പറഞ്ഞ LCM HCF കൊടുക്കുക, ഡിവൈഡ് ബൈ എന്താണ്? 54 ചെയ്യാം. സോ 54 ഇൻറ്റു വൈ ഇസ് 162 ഇൻറ്റു 27. വൈ ഇസ് ഈക്വൽ 160 ഇൻറ്റു 27 ഡിവൈഡ് ബൈ 4, ദാറ്റ് ഇസ് ഈക്വൽ ടു 81. അപ്പൊ അത് എങ്ങനെ ചെയ്യാൻ നോക്കാം. 162 ഇൻറ്റു 27 ഡിവൈഡ് ബൈ 54. ഓക്കെ, ഈ 27 54 ആക്ച്വലി വെട്ടിപ്പോവും. ക്ലിയർ? സോ ദിസ് ബിക്കം 2. ദെൻ 160 2 എത്ര പ്രാവശ്യം പോവും? 8 ടൈംസ് 2 181. സോ ദിസ് ആൻസർ ഈസ് 81. ക്ലിയർ ആണോ? അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് HCF 144 ആൻഡ് 198. ഇതിന് രണ്ടിന്റെ HCF കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ കോമൺ ആയിട്ട് എഴുതിയിട്ട് HCF കണ്ടുപിടിക്കുക, രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. അപ്പൊ സാർ ഇവിടെ പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിച്ചിരിക്കണം. 144 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 കിട്ടും. ചെയ്ത് നോക്കാം. നമുക്ക് 144 2 ചെയ്യുമ്പോൾ എത്രയാണ്? 72. വീണ്ടും 2 ചെയ്യുമ്പോൾ 36. 2 ചെയ്യുമ്പോൾ 18 അല്ലെ? 12 16. ഓക്കെ, 2 ചെയ്യുമ്പോൾ 9 3 3. ഓക്കെ, സോ 2 എന്ന് പറയുന്നത് 4 ടൈംസ് വരുന്നുണ്ട്. 1 2 3 4 ആൻഡ് 3 2 ടൈംസ്. ഓക്കെ, 1 2. ക്ലിയർ? യെസ്. സോ ഇതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ കഴിഞ്ഞു. അടുത്തത് 198 ആണ്. 198 ഇതുപോലെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 3 സ്ക്വയർ ഇൻറ്റു 11. 198 2 ചെയ്യുമ്പോൾ 19 9 2 18. സിസ്റ്റം 18 9 2 18. ഓക്കെ, then 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ this become 33. Again 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ this become 11. So 2 3 2 times പിന്നെ into 11. Okay, so 2 3 2 times into 11. ക്ലിയർ ആണല്ലോ? യെസ്. then എന്താണ് കണ്ടുപിടിക്കേണ്ടത്? HCF രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. അപ്പൊ ഇതെടുത്തു കഴിഞ്ഞാല് 2 എന്ന് പറഞ്ഞത് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. സോ 2 ആണ് കോമൺ. ഏറ്റവും കുറഞ്ഞ പവർ ഇടാം ഇൻറ്റു 3 ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഏറ്റവും കുറഞ്ഞ പവർ ഇതാണ്. രണ്ടും 3 സ്ക്വയർ തന്നെയാണ്. സോ ദ ആൻസർ ഈസ് 2 ഇൻറ്റു 9 18. സോ ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ, യെസ്. നെക്സ്റ്റ് 225 225 ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്. ഇത് എങ്ങനെ നമുക്ക് എഴുതാം എന്നുള്ളതാണ്. അപ്പൊ അത് തന്നെ 225 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 225 ഡിവൈഡ് ബൈ 5 4 5 20. എത്രയാണ്? 5 25. അഗെയിൻ 5 45 3 3. അപ്പൊ 5 2 തവണ വരും, 3 2 തവണ വരും. ഓക്കെ, ക്ലിയർ? 5 സ്ക്വയർ 3 സ്ക്വയർ, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 5 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ, ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് 5 2 വരുന്നതും 3 2 വരുന്നത് ഇവിടെയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 2 √3 ആണ് ഇന്റിജർ, എ റാഷണൽ നമ്പർ, ആൻ ഇറാഷണൽ നമ്പർ, എ ഹോൾ നമ്പർ. അപ്പൊ നമുക്ക് അസ്യൂം 2 √3 എന്താണ്? റാഷണൽ ആണ് അസ്യൂം ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 √3 ഇസ് ഈക്വൽ ടു എന്താണ്? നമുക്ക് റാഷണൽ ആണെങ്കിൽ എന്താണ്? A by B ഒരു സംഖ്യ ആണെന്ന് പറയാം, അല്ലെ? അപ്പൊ √3 എന്തായിരിക്കും? ഈ 2 ഇപ്പുറത്തേക്ക് എടുത്താൽ A by 2B, അല്ലെ? A by 2B എന്താണ്? ഇസ് ആൻ ഇന്റീജർ, അല്ലെ? ഇപ്പൊ ഇവിടെ എഴുതി വെക്കണം A, B ആർ എന്താണ്? ഇന്റീജർ. സോ √3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഇന്റീജർ ആണ്. ഇത് റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡോ?
ഇതെന്താണ്? ഇറാഷണൽ ആണ്. ഓക്കെ, അപ്പോ ഒരു കോൺട്രഡിക്ഷൻ വന്നു. അത് നമ്മുടെ തെറ്റായ അസംഷൻ കാരണം. നമ്മൾ പഠിച്ചിട്ടില്ലേ √3 പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് √3 ഇവിടെ ഇറാഷണൽ ആയതുകൊണ്ട് 2√3 എന്താണ്? ഇറാഷണൽ ആണ് തെളിയിക്കണം. ചിലര് 6 എടുക്കാറുണ്ട്. ഇവിടെ 6 എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2√3 is a rational number എന്ന് അസ്യൂം ചെയ്തു. 2√3 is equal to 6. വേറെ 6 is a rational number എന്ന് അസ്യൂം ചെയ്തു. √3 എടുത്ത് 2 ഇപ്പുറത്തേക്ക് എടുത്തു. √3 is equal to r/2. നമ്മൾ എന്താ, we know that √3 is an irrational number, so r/2 has to be irrational ആവണം. But this is a contradiction to our assumption. Thus our assumption is wrong, and 2√3 is an irrational number. So option is, and then option C is an irrational number is the correct answer. Clear? Yes. Next, if two positive integers a and b are written as a is equal to x cube y square and b is equal to xy cube, where x comma y are prime numbers, then HCF of a comma b is എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം എ എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ഇൻറ്റു വൈ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, എക്സ് ക്യൂബ് ഇൻറ്റു വൈ സ്ക്വയർ. അപ്പൊ എക്സ് എത്ര പ്രാവശ്യം വരും? 3 പ്രാവശ്യം വരും. വൈ എത്ര പ്രാവശ്യം വരും? 2 തവണ വരും. ഓക്കെ, അടുത്തത് ബി തന്നേക്കുന്നത് എന്താണ്? എക്സ് ഇൻറ്റു വൈ ക്യൂബ്. അപ്പൊ എക്സ് ഒരു തവണ വരും, വൈ 3 തവണ വരും. ഓക്കെ, ക്ലിയർ? ദെൻ എന്താ HCF? ഇത് രണ്ടിന്റെ HCF, ഇതിന്റെ HCF ആണ് വയ്ക്കുന്നത്. HCF വയ്ക്കുമ്പോൾ നമ്മൾ എന്താ പഠിച്ചേക്കുന്നത്? രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എഴുതണം. അപ്പൊ ഞാൻ എക്സ് എഴുതി. അത് ഏറ്റവും കുറഞ്ഞ പവറുള്ളത് എഴുതണം. ഇവിടെ ഒരു 1 ആണ്, അപ്പൊ 1. ഓക്കെ, ഇൻറ്റു രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എഴുതണം. വൈ എഴുതി. അത് ഏറ്റവും കുറഞ്ഞ പവറുള്ളത് എഴുതണം. അതിവിടെ 2 ആണ്. 2. സോ മൈ ആൻസർ ഈസ് xy square. Is there any option that xy square? Yes, option B. Clear? Yes. So the correct answer is option B. If two positive integers p and q are expressed as p is equal to ab square and q is equal to a cube b, where a and b prime numbers, then LCM. ഇതിന്റെ LCM കണ്ടുപിടിക്കണം. അപ്പൊ ഇതേപോലെ തന്നെ മക്കളെ എഴുതുക. p is equal to ab square എന്ന് പറഞ്ഞാൽ a into b into b. ഓക്കെ, q is equal to a cube b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a 3 തവണ b 1 തവണ. ക്ലിയർ? നമ്മൾ ചോദിച്ചിരിക്കുന്ന LCM ആണ്. LCM കാണുമ്പോൾ നമ്മൾ എന്താ എഴുതുന്നത്? ഇതിനകത്ത് ഉള്ളതെല്ലാം എഴുതണം. a ഉണ്ട് ഇവിടെ, പിന്നെ എന്തുണ്ട്? b ഉണ്ട്. അത് കോമൺ ആണോ ഇല്ലെന്ന് നോക്കേണ്ട ആവശ്യമില്ല. അതിനകത്ത് എ ഇവിടെ 1 ആണ്. ഇവിടുത്തെ പവർ എയുടെ 3 ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് എഴുതണം 3. ബി ഇവിടെ സ്ക്വയർ ഉണ്ട്, ഇവിടെ 1 ആണ്. ഏറ്റവും കൂടുതലുള്ള പവർ എഴുതണം സ്ക്വയർ. സോ ദ ആൻസർ ഈസ് a cube b square. Is there any option like that? A cube b square? Yes, option C. So the correct answer is option C. Clear? Yes. ഇവിടെ ചോദിച്ചത് വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ ഇൻ ദ ഗീവൻ ഫിഗർ. തന്നിരിക്കുന്ന ചിത്രത്തിലെ എക്സ് ആൻഡ് വൈയുടെ വാല്യൂ ആണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ എക്സ് തന്നിട്ടുണ്ട്, ഇവിടെ വൈ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ വളരെ ഈസി ആണ്. അപ്പൊ നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഓപ്ഷൻ ഇട്ട് ചെക്ക് ചെയ്ത് നോക്കണം. ഇവിടെ ഓപ്ഷൻസ് തന്നേക്കണുണ്ടോ? ഓക്കെ, അപ്പൊ എക്സിന്റെ വൈ, ദിസ് ഇസ് എക്സ് ആൻഡ് ദിസ് ഇസ് വൈ. ഓക്കെ, അപ്പൊ നമ്മൾ അത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താം. അതായത് എക്സ് 143, എക്സ് ഇൻറ്റു 143 ചെയ്യുമ്പോഴായിരിക്കും എന്ത് കിട്ടുന്നത്? 1001 കിട്ടണം. അപ്പൊ എക്സ് എന്തായിരിക്കും? 1001 ഡിവൈഡ് ബൈ 143. അപ്പൊ ഇവിടെ 1 കിട്ടണമെങ്കിൽ 3ന്റെ പട്ടിക ചൊല്ലി നോക്കാം. 1 3 2 1 6 3 9 4 15 15 6 18 7 3 21 7 3 21. അപ്പൊ 143 ഇൻറ്റു 7 ചെയ്ത് നോക്കാം. 7 3 21 ശിഷ്ടം 2 7 4 28 28 2 30 0 ശിഷ്ടം 3 1 7 3 10. കണ്ടോ? സോ ദാറ്റ് മീൻസ് 7 ആണ് ആൻസർ. ആൻസർ 7. ക്ലിയർ? അടുത്തത് 143 കിട്ടണം. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ? 11 വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. സോ 11 ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു 143. അപ്പൊ അതിനകത്ത് വൈ ഇസ് ഈക്വൽ ടു 143 ഡിവൈഡ് ബൈ 11. ഓക്കെ, അപ്പൊ 11ന്റെ പട്ടിക ചൊല്ല. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ടല്ലോ, 7 കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ 7 നമുക്ക് ആൻസർ കിട്ടി. 7ൽ സ്റ്റാർട്ട് ചെയ്യണത് ഇത് മാത്രമല്ല. അപ്പൊ നെക്സ്റ്റ് ആൻസർ 30 ആണോന്ന് ചെക്ക് ചെയ്താൽ പോരെ? ചെയ്താൽ മതി. അപ്പൊ 11 ഇൻറ്റു 30, 1 3 3 1 3 3 1 1 1 1 1 3 4 150. കറക്റ്റ് ആണ്. സോ ദ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? അപ്പൊ 2 ഫാക്ടറൈസേഷൻ ചെയ്യുക, എക്സും വൈ നമുക്ക് കിട്ടും. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലീസ്റ്റ് നമ്പർ ദാറ്റ് ഈസ് ഡിവിസിബിൾ ബൈ ഓൾ ദ നമ്പേഴ്സ് ഫ്രം 1 to 10 ബോത്ത് ഇൻക്ലൂസീവ്, അതായത് 1 10 ഉൾപ്പെടെ. അപ്പൊ നമ്മൾ ഇതിന്റെ LCM കാണുമ്പോൾ എന്താണ് ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് 1 2 3 4 5 6 7 8 9 10 ഇത്ര സംഖ്യകളുടെ LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും എന്ത് ചെയ്യണം? നിങ്ങൾ പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിച്ചിട്ട് പ്രൈം ഫാക്ടറൈസേഷൻ 1 into 1, ദിസ് ഇസ് 2 into 1, 3 into 1, പ്രൈം നമ്പർ വരുന്നതെല്ലാം ആദ്യം എഴുതുക. 5 into 1, 7 into 1, ബാക്കിയൊന്നും പ്രൈം നമ്പർ അല്ല. ഇപ്പൊ 4 വരുമ്പോ 2 സ്ക്വയർ. ഓക്കെ, 6 വരുമ്പോ 3 into 2, 8 വരുമ്പോ 2 ക്യൂബ്,
9 വരുമ്പോ 3 സ്ക്വയർ, 10 വരുമ്പോ 5 ഇൻറ്റു. ക്ലിയർ? സോ ഇതിനകത്ത് നിന്ന് പ്രൈം നമ്പറുകൾ വരുന്നത് മാത്രം എടുത്തെഴുതാം. അപ്പൊ LCM എന്ന് പറയുമ്പോൾ പ്രൈം നമ്പർ ഇതിനകത്ത് 2 വരുന്നുണ്ട്. സോ 2 എഴുതി സാർ ഇൻറ്റു 3 വരുന്നുണ്ട്. 3 എഴുതി ഇൻറ്റു പിന്നെ 5 വരുന്നുണ്ട്. 5 എഴുതി ഇൻറ്റു പിന്നെ വേറെ എവിടെയെങ്കിലും 7 വരുന്നുണ്ട്. 7. ഇത്രയാണ് നമുക്ക് ഡിഫറെന്റ് ആയിട്ട് വരുന്ന നമ്പേഴ്സ്. ഇനി ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പവർ 2 എവിടെ വരുന്നുണ്ടോ അത് എഴുതണം. അപ്പൊ 2 ഇവിടെ 2 ക്യൂബ് വരുന്നുണ്ട്. ഓക്കെ. 3 നമ്മൾ നോക്കുമ്പോൾ ഇവിടെ സ്ക്വയർ വരുന്നുണ്ട്. വേറെ അതിൽ കൂടുതൽ എങ്ങും വരുന്നില്ല. ഓക്കെ. ദെൻ 5 ഒരു തവണ വരുന്നുള്ളൂ. 7 ഒരു തവണ. സോ 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് 8 ഇൻറ്റു 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു 5 ഇൻറ്റു 7 35. സോ 9 8 72 ഇൻറ്റു 35. ഇപ്പൊ നമുക്കൊന്നും ചെയ്യാം. 72 35. 2 10 0 ശിഷ്ടം 1 7 5 35 36 6. ഓക്കെ. 7 5 35 1 36. ഓക്കെ. 3 2 6 7 3 21. അപ്പോ 0 6 2 ശിഷ്ടം 1 1 2 3 2 5 2520. സോ 2520 ആൻസർ ആയിട്ട് വരുന്നുണ്ട്. സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If P1 and P2 are two odd prime numbers such that P1 greater than P2, then P1 square minus P2 square is dash. അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നമ്പർ എടുക്കുക. P1 ആൻഡ് P2 ആർ ടു ഓഡ് നമ്പേഴ്സ് എന്ന് പറയും. സപ്പോസ് ഞാനിവിടെ 3 എടുത്തു, 5 എടുത്തു. P1 3. ഓക്കെ. P2 എന്താണ് 5. രണ്ട് ഓഡ് നമ്പർ അല്ലേ? P1 ആൻഡ് P2. P1 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ P2. അപ്പൊ ഇത് 5 എടുക്കുക, ഇത് 3 എടുക്കുക. ഓക്കെ. P1 greater than P2. Clear? Then P1 square എന്ന് പറയുമ്പോൾ 5 square minus P2 square, that is 3 square. 25 minus 9. 16 കിട്ടും എനിക്ക്. ഈ 16 എന്ത് നമ്പറാണ്? ഈവൻ നമ്പർ. അപ്പൊ ആൻസർ ഓപ്ഷൻ എ. കണ്ടോ? ഇങ്ങനെ ചെയ്താൽ മതി. ക്ലിയർ? അപ്പൊ സാർ ഇവിടെ 5ഉം 3ഉം എടുത്തു. അപ്പൊ 25 മൈനസ് 16 കിട്ടി. 16 ഒരു ഈവൻ നമ്പർ ആണ്. അതുകൊണ്ട് ഓപ്ഷൻ എ ആൻസർ. ക്ലിയർ? യെസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് സീരീസ്, ഒരു മാർക്കിന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ LCM ഓഫ് x and 18 is 36 and the HCF of x and 8 is 2. ഓക്കെ. ദെൻ വാട്ട് ഈസ് ദ നമ്പർ x? x ഏതാണെന്ന് കണ്ടുപിടിക്കണം. ക്ലിയർ? യെസ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല് LCM ഓഫ് x and 8, x, 8 ഇതിന്റെ LCM നമുക്ക് തന്നിട്ടുണ്ട് 36. ഓക്കെ. ആൻഡ് HCF എന്താണ്? എക്സ് ആൻഡ് 18 is equal to given 2. ഓക്കെ. ഇപ്പൊ രണ്ട് നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. x into 18 is equal to their LCM into their HCF. ഓക്കെ. സോ x into 18 is equal to LCM എത്രയാണ് തന്നേക്കണത്? 36. HCF എത്രയാണ്? 2. ക്ലിയർ? അപ്പൊ x എന്തായിരിക്കും? ഈ 18 ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പൊ ഡിവിഷൻ ആവും. 36 into 2 divided by 18. സോ ഇത് വെട്ടിപ്പോ 2 കിട്ടും. ഫൈനൽ ആൻസർ 4. So option D is the correct answer. Clear? Yes. The next question ആണ് question number 15 ആണ്. 15ാമത്തെ question. 2 cube into 3, B is equal to 2 into 3 into 5, C is equal to 3 raised to n into 5 and LCM A, B, C 2, then find n. ഇവിടെ നമുക്ക് 3 നമ്പർ തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്പർ എ, സെക്കൻഡ് നമ്പർ ബി, തേർഡ് നമ്പർ സി. അതിന്റെ LCM എന്ന് തന്നിട്ടുണ്ട് 2 ക്യൂബ് 3 സ്ക്വയർ 5. ദെൻ എന്നിന്റെ വില കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ നോക്കിയേ, എവിടെയാണ് n വന്നേക്കുന്നത്? ഇവിടെയാണ് n വന്നേക്കുന്നത്, 3 raised to n. പിന്നെ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? 3 വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ 3 ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു 3 വന്നിട്ടുണ്ട്, ഇവിടെ 3 raised to n വന്നിട്ടുണ്ട്. LCM-ൽ 3 സ്ക്വയർ വന്നേക്കുന്നത്. ഇവിടെ 1 ആണ്. അപ്പൊ ഏറ്റവും വലുതല്ല LCM-ൽ എടുക്കുക. നമ്മൾ 3 എത്ര തവണ റിപ്പീറ്റ് ചെയ്യണോ അതാണ് LCM-ൽ എടുക്കുക. അപ്പൊ ഇവിടെ n എന്തായിരിക്കണം? 2 ആയിരിക്കണം. സോ ദ ഫൈനൽ ആൻസർ ഇസ് 2. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. യെസ്. സോ next question, the least number which is perfect square and is divisible by each of 60, 20 and 24. But perfect square ആയിരിക്കണം and it is divisible by each of 16, 20 and 24. 16ഉം 20ഉം 24 വെച്ചിട്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യാൻ പറ്റണം. LCM of 16, 20 and 24 is 240. നമ്മൾ അതിന്റെ LCM കണ്ടുപിടിക്കുകയാണെങ്കിൽ 240 കിട്ടും. The least multiple of 240. 240ന്റെ മൾട്ടിപ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ 3600 ആണ് അതിന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരിക. ആൻഡ് ആൾസോ വി ക്യാൻ എലിമിനേറ്റ് ചോയ്സസ് എ ആൻഡ് സി സിൻസ് ദേ ആർ നോട്ട് പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ്. എ നമുക്ക് ഒഴിവാക്കാം, കാരണം സ്ക്വയർ അല്ല അത്, അല്ലെ? അതുപോലെ തന്നെ സിയും ഒഴിവാക്കാം, അത് സ്ക്വയർ. ഇത് രണ്ടാണ് നമ്മുടെ മുന്നിൽ വരുന്ന സ്ക്വയറുകൾ എന്ന് പറയുന്നത്. ഓക്കെ.
പിന്നെ 1600 എന്ന് പറയുന്നത് 250 മൾട്ടിപ്പിൾ ആയിട്ട് വരില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണ് ഓപ്ഷൻ 3600 ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതായത് നിങ്ങൾ ആദ്യം തന്നെ ഇതിന്റെ LCM കണ്ടുപിടിക്കുക. ഇതിന്റെ LCM. ഓക്കെ, 16 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 4 ഇൻറ്റു 2 8 ഇൻറ്റു 2 16. ഓക്കെ, 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 ഇൻറ്റു എന്താണ് 2 4 4 ഇൻറ്റു 5 20. 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു 2 4 4 ഇൻറ്റു 2 8 2 16 അല്ലെ, 1 2 2 4 8 2 16 അങ്ങനെ 24 2 12 2 6 2 3 ആവര്. അപ്പൊ ഇവിടെ 3 എഴുതാം. ഓക്കെ, ശരി. 2 4 4 2 8 8 24. അപ്പൊ ഇതിന്റെ അകത്ത് LCM കാണുമ്പോ ഇവിടെ ഏറ്റവും പവർ കൂടിയത് 2 4 തവണയാണ്. അപ്പൊ 2⁴ ഇൻറ്റു 5 3 ഉണ്ട്, 3 ഒരു തവണ ഉള്ളൂ. 3 ഇൻറ്റു 5. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 16 ഇൻറ്റു 3 15. ഓക്കെ, അപ്പൊ 16 ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ 5030 സിസ്റ്റം 3 1 5 5 3 6 7 8 1 6 6 1 1 1 സോ 0 6 6 12 1 11 3 സിസ്റ്റം 1 200 സോറി 0 8 2 10 14 14 ദിസ് ഇസ് 4. ഓക്കെ, 240. അപ്പൊ 240 ആണ് നമ്മുടെ എന്താണ് LCM കിട്ടാന്ന് മനസ്സിലായി. ഓക്കെ, ആ 240 ഉപയോഗിച്ചിട്ട് ഇതിനകത്ത് ആരെയാണ് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റിയെന്ന് നോക്കണം. മനസ്സിലായോ? 240 ഉപയോഗിച്ചിട്ട് എന്താണ് ലീസ്റ്റ് നമ്പർ വിച്ച് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയറും ആയിരിക്കണം. 240 240 ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊന്നും പെർഫെക്റ്റ് സ്ക്വയർ അല്ല. മനസ്സിലായോ? ഇത് വെച്ച് ഡിവൈഡ് ചെയ്യാനേ പറ്റില്ല. 3600 നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3600 ഡിവൈഡ് ബൈ 240 ഇത് വെട്ടിപ്പോ. ക്ലിയർ? അപ്പൊ 360 ബൈ 24 അപ്പൊ 2 കൊണ്ട് വെട്ടിക്കരിക്കുക. 180 കിട്ടും. ഇത് 12 കിട്ടും. വീണ്ടും 2 കൊണ്ട് വെട്ടാ, അപ്പൊ 90 കിട്ടും. ഇത് 6 കിട്ടും. വീണ്ടും 2 കൊണ്ട് വെട്ടാ, ദിസ് ഇസ് 45 കിട്ടും. ഇത് 3 കിട്ടും. 3 കൊണ്ട് വെട്ടാ, ഒരു തവണ 5 തവണ 15. കണ്ട, അപ്പൊ 15 തവണ 240 പോകും. സോ ദിസ് ഈസ് ദ ആൻസർ. അടുത്തത് ഒരു അസർട്ടേഷൻ ക്വസ്റ്റ്യൻ ആണ്. ദ HC ഓഫ് 2 നമ്പർ ഈസ് 5 ആൻഡ് ദർ പ്രൊഡക്റ്റ് ഈസ് 150, ദെൻ ദർ LCM ഈസ് 30. For any two positive integers A and B, HC of AB plus LCM of AB is equal to A into B. ഇതാണ് അവർ തന്നേക്കുന്ന റീസൺ. ഇതൊരു സാധനമാണ് അസർട്ടേഷൻ. അതിന്റെ കാരണം ഇതാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, HC of 2 number is 5 and their product is 150. രണ്ട് നമ്പർ സപ്പോസ് A into B. ഓക്കെ, അതിന്റെ എന്താണ് HCF into LCM. ഓക്കെ, and 2 number is 5. The HC of 2 number is 5. So our HCF എന്ന് പറഞ്ഞാൽ 5 ആണ്. ഓക്കെ, into and their product is 150. അപ്പൊ ഇതാണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 150 ആണ്. LCM 30. LCM 30 ആണ്. ക്ലിയർ? അപ്പൊ നോക്കിയാ 3 15 150. അപ്പൊ ആ പറഞ്ഞത് കറക്റ്റ് ആണ്. കണ്ടോ, രണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് 150, HCF 5, LCM 30 എന്ന് പറയുമ്പോൾ 5 × 30 150. ഇവിടെ 150 ഇവിടെ 150. അപ്പൊ ആ പറഞ്ഞത് കറക്റ്റ് ആണ്. ബട്ട് ഫോർ എനി ടു പോസിറ്റീവ് ഇന്റിജർ A and B, ഏതെങ്കിലും രണ്ട് ഇന്റിജർ എടുക്കുകയാണെങ്കിൽ HCF A and B പ്ലസ് LCM of A and B is equal to എന്താണ് A into B. ഇത് തെറ്റാണ്. കാരണം പ്ലസ് അല്ല വരാം, ഇതേ ഇൻറ്റു ആണ് വരാം. ഓക്കെ, അപ്പൊ ദിസ് ഇസ് റോങ്. അപ്പോ ഇത് ശരിയാണ്, രണ്ടാമത്തെ തെറ്റാണ്. അപ്പൊ നമ്മൾ എന്താ പറയാം, ബോത്ത് A and റീസൺ ആർ ട്രൂ എന്ന്. ഇത് തെറ്റാണ്, ഇതല്ല. ബോത്ത് അസർട്ടൈൻ ആൻഡ് റീസൺ ആർ ട്രൂ, അതും എടുക്കാൻ പറ്റില്ല. അസർട്ടേഷൻ A is true, ഓക്കെ, ബട്ട് റീസൺ is false. ഓക്കെ, അസർട്ടേഷൻ A is false, അത് എടുക്കാൻ പറ്റില്ല. സോ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരും. ക്ലിയർ? ഓക്കെ, യെസ്. അപ്പൊ മക്കൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ഡിസ്കസ് ചെയ്തത്. 14 ക്വസ്റ്റ്യൻസ് അല്ല, 15 16 17 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് കാണും. ചാപ്റ്റർ 1 ചാപ്റ്റർ 2 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കണ്ട് പഠിക്കാം. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക. താങ്ക് യു.